കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട്, മലയങ്ങാട് പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടലിൽ 20-ലധികം വീടുകൾ തകർന്നു. മഴ കനത്തപ്പോൾ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിലേക്ക് മാറിയതിനാലാണ് രക്ഷപ്പെട്ടതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ജാഗ്രത കൊണ്ട് മാത്രം അപായത്തെ മറികടന്നവരെക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം. വിലങ്ങാട് അടിച്ചിപ്പാറ മലയുടെ ചുവട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലുണ്ടായത്. വലിയ തോതിലുള്ള ഉരുൾപൊട്ടൽ തന്നെയാണ് ഇവിടെ ഉണ്ടായത്. അതായത് വയനാട്ടിലെ ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായ അതേ ദിവസം തന്നെയാണ് ഇവിടെ വലിയ തോതിൽ ഉരുൾപൊട്ടലുണ്ടായത്. പക്ഷേ 12ഓളം വീടുകൾ പൂർണ്ണമായും കുത്തിയൊലിച്ച് തകർന്നു നഷ്ടപ്പെട്ടു. പക്ഷേ ആളുകളെ കൃത്യമായ മുന്നറിയിപ്പ് നൽകുകയും ഈ മഴ ശക്തമായ സാഹചര്യത്തിൽ ആളുകളെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാനും തയ്യാറായി എന്നുള്ളതാണ്. വലിയ ദുരന്തത്തിലേക്ക് എത്തിയില്ല എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം. കാരണം ഇവിടെ ഒരാൾ, അതായത് ഈ ശബ്ദം കേട്ട് വന്ന ഒരു അധ്യാപകനായ മാത്യു മാത്രമാണ് മരിച്ചത്. അത് അയാൾ ഒഴുകിപ്പോവുകയായിരുന്നു, കുത്തിയൊഴുക്കിൽ പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കി ആളുകളെല്ലാം തന്നെ യഥാസമയം അടുത്തുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും അതുപോലെ മറ്റുള്ള സമീപത്തുള്ള വീടുകളിലേക്കും എല്ലാം മാറ്റുകയായിരുന്നു. നമുക്ക് അറിയാം, ഈ മലയുടെ അങ്ങേ ഭാഗം കണ്ണൂർ ജില്ലയാണ്. ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പൂർണ്ണമായും വയനാടാണ്. വയനാട്ടിലെ ബാണാസുരയും അതുപോലെ തന്നെ കുഞ്ഞോം കോറോം പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലമാണ്. എന്തായാലും വലിയ ദുരന്ത സാധ്യതയുള്ള സ്ഥലമായി കണക്കാക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. മുമ്പും വിലങ്ങാട് ചെറിയ തോതിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് അതിഭീകരമായ രീതിയിൽ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ വയനാടിനോളം വരില്ലെങ്കിലും വലിയൊരു ദുരന്തത്തിലേക്ക് വരേണ്ടതായിരുന്നു. പക്ഷേ ആളുകൾ യഥാസമയം തന്നെ, മഴ ശക്തമായ സാഹചര്യത്തിൽ ആളുകൾ യഥാസമയം ബന്ധുവീടുകളിലേക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ വീടുകളിലേക്കും അയൽപക്കങ്ങളിലേക്കൊക്കെ മാറി. ഇവിടെ നിന്ന് ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് തന്നെ ഇവിടെ ഒരു വായനശാല ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു മാതാവിന്റെ കപ്പേള ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇവിടെ കടകൾ ഉണ്ടായിരുന്നു. ഇത്തരം ഇതെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം തകർന്ന് പൂർണ്ണമായും പാറക്കൂട്ടങ്ങളും അതുപോലെ തന്നെ ഈ മണ്ണും കുത്തിയൊലിച്ച് മരങ്ങളും എല്ലാം കടപുഴകി കുത്തിയൊലിച്ച് വരുന്നൊരു കാഴ്ച വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അത്രത്തോളം ഭീകരമായ ഒരു ദൃശ്യങ്ങളാണ് ഇവിടെയും ഉള്ളത്. എന്തായാലും നമുക്ക് ഈ പ്രദേശവാസികൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു സംഭവം എങ്ങനെയായിരുന്നു രാത്രി? 28-ാം തീയതി അർദ്ധരാത്രിയിൽ, അതായത് 29-ാം തീയതി തിങ്കളാഴ്ച പുലർച്ചയ്ക്ക്, ചൊവ്വാഴ്ചയായി ഒരു മണിയോടുകൂടി ഈ കാണുന്ന പ്രദേശത്തിന്റെ, ഈ നമ്മൾ നിൽക്കുന്ന പ്രദേശത്തിന്റെ തൊട്ടപ്പുറത്ത് അവിടെയാണ് ആദ്യമായ ഉരുൾപൊട്ടലുണ്ടാകുന്നത്. ആ ഉരുൾപൊട്ടലുണ്ടായത് ഒരുപക്ഷെ ഈ പ്രദേശവാസികളെ മുഴുവൻ മാറ്റാൻ സഹായകരമായി. അതിനുശേഷം 1 മണിക്കൂറിന് ശേഷമാണ് ഈ കാണുന്ന പ്രദേശത്ത് ഉരുൾപൊട്ടലുണ്ടാകുന്നത്. ഇതാണ് അതിശക്തമായ ഉരുൾപൊട്ടൽ. ഈ വിലങ്ങാട് പ്രദേശത്തെ എല്ലാ സ്ഥലങ്ങളിലും ഉരുൾപൊട്ടലുണ്ടായി. ഇവിടെ വിലങ്ങാട്, മാടാഞ്ചേരി, പാലൂര്, കുറ്റല്ലൂര്, വായാട്, വലിയ പാനവും, മഞ്ഞച്ചിളി, ഇതെല്ലാം ഈ പ്രദേശത്ത്, ഇതെല്ലാം ഈ 9-10 വാണിമേൽ പഞ്ചായത്തിലെ 9-10 വാർഡുകളിലാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ നരിപ്പറ്റ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഈ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ കൃഷിനാശവും. ഇവിടെ ഒരു മരണം മാത്രമേ നടന്നുള്ളതുകൊണ്ട് വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം 300-ഉം 600-ഉം പേരെ കാണാതെ പോകുന്ന സംഭവം വയനാട്ടിൽ നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായത് നിസ്സാരമായി കാണുന്നത് തെറ്റൊന്നും പറയാനില്ല.